ഹലോ, എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്സിൽ നിന്നും കൾച്ചറിൽ നിന്നും വന്നിട്ടുള്ള കറണ്ട് അഫയർ റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. പിന്നെ സിനിമ റിലേറ്റഡ് ആയിട്ട് വന്ന കുറച്ച് ന്യൂസസ് ഓവറോൾ ആയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ ജനറൽ ആയിട്ടുള്ള കുറച്ച് അവാർഡുകളും എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാതെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് അവാർഡ്സും കാര്യങ്ങളും ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇത്രയും കാര്യം കൂടെ ഒന്ന് അപ്ഡേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 10 മാർക്ക് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഒന്ന് കൃത്യമായിട്ട് അതൊന്ന് പഠിച്ച് ഒന്ന് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇന്ന് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ക്ലാസിന്റെ മെയിൻ ഭാഗത്തേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഫെസ്റ്റിവൽസ് ആണ് കേട്ടോ നോക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ഒന്ന്, കേരള കലാമണ്ഡലം നടത്തുന്ന ഒരു ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട്. ഓക്കെ, കേരള കലാമണ്ഡലത്തിന്റെ ഒരു ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട്. 2023 ഇത് നടത്തിയത്. ആ ഫെസ്റ്റിവലിന്റെ പേരൊന്ന് ഓർത്തിരുന്നോണം, നിള എന്നാണ്. ഓക്കെ, നിള നാഷണൽ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്നുള്ളതാണ്. ഓർത്തിരുന്നോണെ, കേരള കലാമണ്ഡലം നടത്തുന്ന ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ആണ്. അടുത്തത്, കലാമണ്ഡലം ഗീതാനന്ദൻ മെമ്മോറിയൽ മ്യൂസിയം എവിടെയാണ് എന്നുള്ളതാണ്. പുതുശ്ശേരിയിലാണ് വരുന്നത്. ഓക്കെ, കലാമണ്ഡലം ഗീതാനന്ദൻ മെമ്മോറിയൽ മ്യൂസിയം പുതുശ്ശേരിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി സ്വാതി തിരുനാൾ പുരസ്കാരം 2023 സ്വാതി തിരുനാൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനാണ്. ഓക്കെ, പാട്ടുകാരൻ കൂടിയായിട്ടുള്ള പി ജയചന്ദ്രൻ ഓർത്തിരുന്നോണെ. സ്വാതി തിരുനാൾ പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനാണ്. ഇനി ഹരിവരാസനം പുരസ്കാരം സാധാരണ PSC ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഹരിവരാസനം പുരസ്കാരം എന്ന് പറയുന്നത്. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. ഇനി അടുത്തത് 49ാമത്തെ ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ. ഖജുറാവോ മധ്യപ്രദേശിലാണ് നടക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഡാൻസ് ഫെസ്റ്റിവൽ, ഒരു ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതിന്റെ 49ാമത്തെ എഡിഷൻ ആണ് 2023 നടന്നത്. അതിന്റെ എവിടെ വെച്ചാണ് നടക്കുന്നത്, ഏത് സംസ്ഥാനമാണ് എന്നുള്ളത് എപ്പോഴും ഒന്ന് ഓർത്തിരുന്നോണം. മധ്യപ്രദേശ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കഥകളി പുരസ്കാരം 2022 എന്നുള്ളതാണ്. കഥകളി പുരസ്കാരം സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ്. ഓക്കെ, കഥകളി പുരസ്കാരം സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നതാണ്. 2022 ഇത് ലഭിച്ചിരിക്കുന്നത് കലാമണ്ഡലം റാം മോഹൻ ആണ്. കലാമണ്ഡലം റാം മോഹൻ ആണ് 2022 കഥകളി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കലാമണ്ഡലം റാം മോഹൻ. അടുത്തത്, ആസാമിലെ സംക്രാന്തി ഫെസ്റ്റിവൽ. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ഒക്കെ ചോദിക്കാറുണ്ട്. ആസാമിലെ സംക്രാന്തി ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് മാഘ് ബിഹു എന്ന് പറയുന്നത്. ഏതാണ്? മാഘ് ബിഹു എന്നുള്ളതാണ്. മാഘ് ബിഹു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. കേരള കലാമണ്ഡലം നടത്തുന്ന നാഷണൽ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് നിള ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്നുള്ളത്. കലാമണ്ഡലം ഗീതാനന്ദൻ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പുതുശ്ശേരിയിലാണ്. സ്വാതി തിരുനാൾ പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനും. ഹരിവരാസനം പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കുമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്നുള്ളത്. 49ാമത്തെ ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ. ഖജുറാവോ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നാണ് കഥകളി പുരസ്കാരം. ഇതിന്റെ 2022 അവാർഡ് ലഭിച്ചിരിക്കുന്നത് കലാമണ്ഡലം റാം മോഹൻ ആണ്. കലാമണ്ഡലം റാം മോഹൻ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആസാമിലെ സംക്രാന്തി ഫെസ്റ്റിവൽ ആണ്. മാഘ് ബിഹു എന്നാണ് ഈ സംക്രാന്തി ഫെസ്റ്റിവലിന് പറയുന്ന പേര്. മാഘ് ബിഹു എന്നാണ്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് കടന്നാലോ. തൃശ്ശൂർ വെച്ച് നടക്കുന്ന തിയേറ്റർ ഫെസ്റ്റിവൽ ഇറ്റ്ഫോക്ക് എന്നാണ് അതിന്റെ പേര്. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള. ഓർത്തിരുന്നോണം. ഓക്കെ, വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നുള്ളതാണ്. ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്? തൃശ്ശൂർ വെച്ചാണ് നടക്കുന്നത്. എന്തായിരുന്നു തീം എന്ന് പറയുന്നത്?
ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ്. ഓക്കെ, ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ് എന്നുള്ളതാണ് ഇതിന്റെ തീമായിട്ട് വരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ആദ്യത്തെ ഇന്റർനാഷണൽ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലും നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്റർനാഷണൽ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലും നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരുന്നോണം. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള തൃശ്ശൂരാണ്. ഇറ്റ്ഫോക്ക് എന്നാണ് പറയുന്നത്. ഹ്യൂമാനിറ്റി മസ്റ്റ് യുണൈറ്റ് എന്നുള്ളതാണ് തീം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സമ്മോഹൻ 2023 എന്നുള്ളതാണ്. സമ്മോഹൻ 2023 തിരുവനന്തപുരത്ത് വെച്ചും നടന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണിത്. ഇതിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ആണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ഇദ്ദേഹം നമുക്കറിയാം, അതായത് കുട്ടികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ഒരു മാജിക് ഷോയും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ടാലന്റും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ലോകത്തിൽ എല്ലാവരിലേക്കും എത്തിക്കുക. സ്പെഷ്യൽ നീഡ്സ് വേണ്ടി വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു നാഷണൽ ഇനിഷ്യേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്? സമ്മോഹൻ എന്ന് പറയുന്നത്. സമ്മോഹൻ 2023 എന്നുള്ളത് അത് ഓർത്തിരുന്നോണം. അടുത്തതായിട്ട് ഈ അടുത്ത് ശ്രദ്ധിക്കപ്പെട്ട കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കേരള ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആർക്കൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കിയിരുന്നോണം. പ്രഭാവതി മേപ്പയിലും ഷിബു നടേശനും. ഓക്കെ, പ്രഭാവതി മേപ്പയിൽ ആൻഡ് ഷിബു നടേശൻ എന്നുള്ളത്. കേരള കലാമണ്ഡലം ചാൻസലർ ആരാണിപ്പോ? മല്ലിക സാരാഭായ്. ന്യൂസിൽ ഒരുപാട് നിന്നതാണ്, സോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അറിഞ്ഞിരിക്കണം. കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ് ആണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മലയാളിയാണ്. ആരെന്ന് പറയുന്നത്? PJ ജോസഫ്. പവർ ലിഫ്റ്റിംഗ് താരമാണ്. ആരും രാഷ്ട്രീയക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, പവർ ലിഫ്റ്റിംഗ് താരമായിട്ടുള്ള PJ ജോസഫ്. ഓക്കെ, ഹി ഹാസ് ബീൻ ഇൻഡക്റ്റഡ് ഇൻ ടു ദി ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ഹോൾ ഓഫ് ഫെയിം എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്ന കഥകളി അവാർഡ് വിന്നേഴ്സും. ഓക്കെ, കഥകളി അവാർഡ് നൽകുന്നുണ്ട്, അതേപോലെ നാട്യ അവാർഡ് നൽകുന്നുണ്ട്. കഥകളി അവാർഡ് വിന്നർ എന്ന് പറയുന്നത് കലാമണ്ഡലം രാംമോഹൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നാട്യ അവാർഡ് എന്ന് പറയുന്നത് അരവിന്ദ പിഷാരടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. കലാമണ്ഡലം രാംമോഹന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ പറയുന്നത് നാട്യ അവാർഡ് വിന്നർ ആണ്. ആരാണത്? അരവിന്ദ പിഷാരടി. ഓക്കെ, അരവിന്ദ പിഷാരടി. അത് ഓർത്ത് വെച്ചോണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്മ അവാർഡ്സ് ആണ്. പത്മ പുരസ്കാരങ്ങൾ 2023 പത്മ പുരസ്കാരങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് പത്മ പുരസ്കാരം എന്ന് പറയുന്നത് എത്രയൊക്കെയാ വരുന്നത്? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് വരുന്നത്. അതിൽ പത്മവിഭൂഷൺ 6 പേരും പത്മഭൂഷൺ 9 പേരും പത്മശ്രീ 91 പേർക്കുമാണ് കിട്ടിയത്. ഓക്കെ, ഈ പത്മശ്രീ ലഭിച്ച 91 പേരിൽ 4 പേർ മലയാളികളും ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ ഒന്ന് നോക്കിപ്പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികളാണ്. അവർ 6 പേരുടെയും പേരുകളും അവരെന്തുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണേ. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ബാലകൃഷ്ണ ദോഷി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആണ്. ആരെന്ന് പറയുന്നത്? ശ്രീ BV ദോഷി അഥവാ ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, ആദ്യമായിട്ട് പ്രിറ്റ്സ്കർ പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? ബാലകൃഷ്ണ ദോഷിയാണ്. പ്രിറ്റ്സ്കർ പ്രൈസ് ആർക്കിടെക്ചറിലെ നൊബേൽ പുരസ്കാരം എന്നാണ് എന്തെന്ന് പറയുന്നത്? പ്രിറ്റ്സ്കർ പ്രൈസ് എന്ന് പറയുന്നത്. 2018 മാർച്ച് മാസത്തിലാണ് ബാലകൃഷ്ണ ദോഷിക്ക് പ്രിറ്റ്സ്കർ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, PRITZKER, പ്രിറ്റ്സ്കർ പ്രൈസ് എന്ന് പറയുന്നത് ഓർത്തിരുന്നോണം. അടുത്തതായിട്ട് വരുന്നത് ശ്രീ സാക്കിർ ഹുസൈൻ. സാക്കിർ ഹുസൈൻ എന്താണ്? ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അദ്ദേഹം സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. തബലിസ്റ്റ് ആണ് ഇദ്ദേഹം. ഓക്കെ, തബല വിദ്വാനാണ് സാക്കിർ ഹുസൈൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിനും പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ആളാണ് SM കൃഷ്ണ. കർണാടകയുടെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തി, അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? SM കൃഷ്ണ എന്ന് പറയുന്നത്. ഓക്കെ, സാക്കിർ ഹുസൈനും SM കൃഷ്ണയും നമ്മൾ നോക്കി.
അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദിലീപ് മെഹ്ലനാബിസ്. ആരാണ്? ദിലീപ് മെഹ്ലനാബിസ് എന്നുള്ളത്. ഇദ്ദേഹത്തിനും പോസ്റ്റ്മസ്ലി ആണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ബാലകൃഷ്ണ ദോഷിക്കും പോസ്റ്റ്മസ്ലി ആണ്, അതായത് മരണാനന്തര ബഹുമതി പോലെ ആണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ദിലീപ് മെഹ്ലനാബിസ് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള വ്യക്തിയാണ്. ദിലീപ് മെഹ്ലനാബിസ് ഇദ്ദേഹത്തിന് മെഡിസിൻ ഫീൽഡിലാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മെഡിസിനിൽ ഇദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയേണ്ടത് ORS സൊല്യൂഷൻ, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നുള്ളത് അല്ലെ. നമുക്ക് ഡയറി ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം ഇല്ലാതാകുമ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നതാണ് ഈ ORS സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് കഴിക്കാറുണ്ട് അല്ലെ, വാട്ടർ റീഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ORS. അത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദിലീപ് മെഹ്ലനാബിസ് എന്ന് പറയുന്നത്. ORS സൊല്യൂഷൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ദിലീപ് മെഹ്ലനാബിസ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന വ്യക്തിയാണ് ശ്രീനിവാസ് വരദൻ. ഇന്ത്യൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം, മാത്തമാറ്റീഷ്യൻ ആണ് അദ്ദേഹം, ശ്രീനിവാസ് വരദൻ എന്നുള്ളത്. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എടുത്തു പറയാനുള്ളത് ഏബൽ പ്രൈസ് ആണ്. ആബേൽ പ്രൈസ് ഓർ ഏബൽ പ്രൈസ് എന്ന് പറയുന്നത് 2007 ആബേൽ പ്രൈസ് നേടുന്ന വ്യക്തി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരന് ആബേൽ പ്രൈസ് കിട്ടുന്നത്. ആരാണത്? ശ്രീനിവാസ് വരദൻ. എന്താണ് ആബേൽ പ്രൈസിന്റെ പ്രത്യേകത? മാത്തമാറ്റിക്സിൽ ലഭിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡാണ് ഏതെന്ന് പറയുന്നത് ആബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വ്യക്തി മുലായം സിംഗ് യാദവ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് ലഭിച്ചിരിക്കുന്നത്, മുലായം സിംഗ് യാദവ്. ഈ 6 പേരുമാണ് പത്മവിഭൂഷൺ ജേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 6 പേരുമാണ് പത്മവിഭൂഷൺ ജേതാക്കൾ. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇതാണ് പ്രധാനപ്പെട്ട പത്മവിഭൂഷൺ ജേതാക്കൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പത്മഭൂഷൺ ജേതാക്കളെ കുറിച്ച്. ഓക്കെ, പത്മഭൂഷൺ നേടിയിട്ടുള്ള വ്യക്തികൾ 9 പേരാണ് പത്മഭൂഷൺ നേടിയിട്ടുള്ള വ്യക്തികള്. ഇതില് ഞാൻ എടുത്തു പറയുന്ന പേരുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് SL ഭൈരപ്പ, കർണാടകയിൽ നിന്നുള്ള ഒരു നോവലിസ്റ്റ് ആണ് SL ഭൈരപ്പ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ കുമാർ മംഗളം ബിർള, നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് കുമാർ മംഗളം ബിർള. ദെൻ ദീപക് ദർ വരുന്നുണ്ട്. പിന്നെ ഓർത്തിരിക്കേണ്ടത് വാണി ജയറാം ആണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 ഫെബ്രുവരി 4 മരണപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വാണി ജയറാം. ഓക്കെ, ഓർത്തിരിക്കുക. പിന്നണി ഗാന രംഗത്തെ പ്രശസ്തയായിട്ടുള്ള ഒരു ഗായികയാണ് വാണി ജയറാം. മീര ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് വാണി ജയറാം. മീര ഓഫ് മോഡേൺ ഇന്ത്യ. ഓക്കെ, ദെൻ പിന്നെ സുധാമൂർത്തി, നിങ്ങൾക്കറിയാവുന്ന നമ്മുടെ ഇൻഫോസിസിന്റെ അല്ലെ, നമുക്കറിയാവുന്നതാണ് സുധാമൂർത്തി എന്നുള്ള പേര്. കമലേഷ് ഡി പട്ടേൽ, കപിൽ കപൂർ, സുമൻ കല്യാൺപൂർ, സ്വാമി ചിന്നജിയർ. ഇത്രയും പേരുകളിൽ ഞാൻ എടുത്തു പറഞ്ഞു. SL ഭൈരപ്പ എന്നുള്ളതും വാണി ജയറാം, ഇത് രണ്ടും മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതിയായിരിക്കും. പത്മഭൂഷൺ. ഇനി നമ്മൾ പത്മശ്രീ ജേതാക്കളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 91 പേരെയും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് 4 മലയാളികളുണ്ട്. ആ 4 മലയാളികളെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, 4 മലയാളികളിലേക്ക് വരുമ്പോഴത്തേക്ക് ശ്രീ CI ഐസക്. ഇദ്ദേഹം ഒരു ചരിത്ര ഗവേഷകൻ കൂടിയാണ്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് ശ്രീ CI ഐസക്കിന് ലഭിച്ചിരിക്കുന്നത്. ഓർത്തിരുന്നോണം CI ഐസക് എന്നുള്ളത്. അടുത്തത് VP അപ്പുക്കുട്ടൻ പൊതുവാൾ, ഒരു ഗാന്ധിയൻ കൂടിയായിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ആണ് ആരെന്ന് പറയുന്നത് VP അപ്പുക്കുട്ടൻ പൊതുവാൾ എന്ന് പറയുന്നത്. അടുത്തത് SRD പ്രസാദ്. വെരി 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 ഇമ്പോർട്ടന്റ്. കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കളരി ആശാൻ കൂടിയാണ് ശ്രീ SRD പ്രസാദ് എന്ന് പറയുന്നത്. ഓർത്തിരുന്നോണേ. അടുത്തതാണ് ചെറുവയൽ K രാമൻ. നെല്ലച്ചൻ എന്നുകൂടി അറിയപ്പെടുന്ന ചെറുവയൽ K രാമൻ. സംസ്ഥാന ഗവൺമെന്റ് PK കാളൻ പ്രൈസ് നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ് ചെറുവയൽ K രാമൻ എന്ന് പറയുന്നത്. 100-ലധികം ഇൻഡിജിനസ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഇപ്പോഴും സ്റ്റോക്ക് ചെയ്യുകയും അതിന്റെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെറുവയൽ K രാമൻ എന്ന് പറയുന്നത്. ഓക്കെ, വയനാട് സ്വദേശിയാണ്, അതുകൂടി ഒന്ന് ഓർത്തിരുന്നോണം. ഇത്രയും പേരുകൾ CI ഐസക്, VP അപ്പുക്കുട്ടൻ പൊതുവാൾ, SRD പ്രസാദൻ, ചെറുവയൽ K രാമൻ. ഇത്രയുമാണ് 2023 പത്മശ്രീ അല്ലെങ്കിൽ പത്മ അവാർഡ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ പത്മവിഭൂഷണിലെ കാര്യങ്ങൾ പറഞ്ഞു. പത്മഭൂഷണിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പേരുകൾ മാത്രം എടുത്തു പറഞ്ഞിട്ടുണ്ട്.
പിന്നെ പത്മശ്രീയിലെ പ്രധാനപ്പെട്ട മലയാളി സാന്നിധ്യവും പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്മ അവാർഡ്സ് 2024 2024 പത്മ അവാർഡ്സ്. ഇതിലേക്ക് വരുമ്പോ പത്മവിഭൂഷൺ 5 പേരും പത്മഭൂഷൺ 17 പേരും പത്മശ്രീ 110 പേർക്കുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അതിൽ പത്മശ്രീ ലഭിച്ചതിൽ 6 മലയാളികൾ കൂടിയുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അതല്ലാതെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പത്മവിഭൂഷണിലേക്ക് വരുമ്പോൾ 5 പേർക്കാണ്. അതിൽ മലയാളികൾ ആരും തന്നെ ഇല്ല. നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ടുള്ള പേരുകൾ വൈജയന്തിമാല, അല്ലെ? നമുക്കറിയാം സിനിമ രംഗത്തെ പ്രശസ്തയായ ഒരു ആർട്ടിസ്റ്റ് ആണ് വൈജയന്തിമാല എന്ന് പറയുന്നത്. തമിഴ്നാട് സ്വദേശിയാണ്, അറിഞ്ഞിരിക്കുക വൈജയന്തിമാല. അടുത്തത് ചിരഞ്ജീവി, അല്ലെ? ഇപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. ആന്ധ്ര എന്താ പറയാ സിനി ഫീൽഡിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ചിരഞ്ജീവി എന്ന് പറയുന്നത്. തെലുങ്കു ഇൻഡസ്ട്രിയിലെ പ്രധാന നടന്മാരിൽ ഒരാൾ തന്നെയാണ്. സിനിമ ഫീൽഡിൽ നിന്നാണ് അദ്ദേഹവും വന്നിരിക്കുന്നത്. അടുത്തത് എം വെങ്കയ്യ നായിഡു, പൊളിറ്റിക്കൽ ഫിഗർ ആണ്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്, അല്ലെ? എം വെങ്കയ്യ നായിഡു എന്ന് പറയുന്നത്. അടുത്തത് ബിന്ദേശ്വർ പതക്. ബിന്ദേശ്വർ പതക് ബീഹാറിൽ നിന്നുള്ള സോഷ്യൽ വർക്കർ ആണ്. ബിന്ദേശ്വർ പതക് എന്ന് പറയുന്നത് ഓർത്തിരുന്നോണം. പോസ്റ്റ്മസ്ലി ആണ് ഈ അവാർഡ് നൽകുന്നത്. അടുത്തത് പത്മ സുബ്രഹ്മണ്യം, ഡാൻസർ ആണ് പത്മ സുബ്രഹ്മണ്യം. തമിഴ്നാട് നിന്നുള്ള വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കുക. പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം ഡാൻസർ ആണ്. അപ്പൊ ഏതൊക്കെയാണ് പത്മവിഭൂഷണിലെ പേരുകൾ? വൈജയന്തിമാല, ചിരഞ്ജീവി, എം വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പതക് ആൻഡ് പത്മ സുബ്രഹ്മണ്യം. ഇതിൽ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതായി എന്ന് പറയാൻ മിക്കവാറും ചിലപ്പോൾ ബിന്ദേശ്വർ പതക് മാത്രമേ ഉള്ളൂ, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള വ്യക്തികളിൽ ഒരാള്. പക്ഷെ ബാക്കി എല്ലാവരും തന്നെ നമുക്ക് അറിയാവുന്നതും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ള വ്യക്തികളാണ്. സോ ഒന്ന് കൃത്യമായിട്ട് ഇത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണേ. ഇനി പത്മഭൂഷണിലേക്ക് വരുമ്പം 2 മലയാളികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് മിസ് എം ഫാത്തിമ ബീവി, പോസ്റ്റ്മസ്ലി ആണ് ഇത് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജാണ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തോണം. അടുത്തത് ഓലഞ്ചേരി രാജഗോപാൽ. ആരാണ്? ഒ രാജഗോപാൽ. കേരളത്തിലെ BJP പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഒ രാജഗോപാൽ എന്ന് പറയുന്നത്. നമ്മളെ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് രാജ്യസഭാ അംഗത്വം വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? ഒ രാജഗോപാൽ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഓർത്തിരുന്നോണം. രാജ്യസഭയിൽ ലോക്സഭാ അംഗത്വം വഹിച്ചിട്ട വ്യക്തിയാണ് ഓലഞ്ചേരി രാജഗോപാൽ. അത് ഓർത്തോണേ. അടുത്തത് നമ്മൾ പറയുന്നതാണ് പത്മശ്രീ അവാർഡ്സിലേക്കാണ് വരുന്നത്. ഈ പത്മശ്രീ അവാർഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചധികം മലയാളികളെ പറയാനുണ്ട്. ആദ്യം വരുന്നതാണ് സത്യനാരായണ ബലേരി. ഓക്കെ, സത്യനാരായണ ബലേരി കാസർഗോഡിലെ ബേലൂർ വില്ലേജിൽ നിന്നുള്ള വ്യക്തിയാണ് സത്യനാരായണ ബലേരി. ഇദ്ദേഹവും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലാണ് ഇദ്ദേഹത്തിനും ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്. പാഡി ജീൻ ബാങ്ക് കൺസർവേറ്റർ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെറുവയൽ കെ രാമന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യവും. പത്മശ്രീ അവാർഡ് ലഭിച്ചു എന്ന് വെച്ചാൽ 650 പരം ഓൾഡ് റൈസ് വെറൈറ്റീസ് കൺസർവ് ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സത്യനാരായണ ബലേരി എന്ന് പറയുന്നത്. അത് ഓർത്തിരുന്നോണം. അടുത്ത വ്യക്തിയാണ് ബഗരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, PC നമ്പൂതിരിപ്പാട് എന്ന് പറയും. ഇദ്ദേഹത്തിനും പോസ്റ്റ്മസ്ലി ആണ് ഈ അവാർഡ് ലഭിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒക്കെ ഒരു ആർക്കിടെക്റ്റ് ആണ് പത്മശ്രീ ലഭിച്ച ബഗരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 ബുക്കുകൾ, 99-ാം വയസ്സിൽ പോലും ഹിമാലയൻ എക്സ്പെഡീഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ നമ്പൂതിരിപ്പാട്, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ പുണ്യ ഹിമാലയം എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണ ഗ്രന്ഥം ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അടുത്തത് സ്മരണകളിലെ പൂമുഖം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. സ്മരണകളിലെ പൂമുഖം എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്, ഓർത്തോണം. അടുത്തത് നാരായണൻ EP, തെയ്യം കലാകാരനാണ്. ഓക്കെ, നാരായണൻ EP നാരായണൻ പെരുവണ്ണാൻ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പേര്, ഓർത്തിരുന്നോണം. നാരായണൻ EP അഥവാ EP നാരായണൻ പെരുവണ്ണാൻ എന്ന് കണ്ടാലും ഇദ്ദേഹത്തെ അറിഞ്ഞിരിക്കണം. തെയ്യം കലാകാരനാണ് എന്നുള്ളത് ഓർമ്മയുണ്ടാവണം. അടുത്തതായിട്ട് വരുന്നത് മുനി നാരായണ പ്രസാദ് ആണ്. ഇദ്ദേഹം ഒരു സന്യാസി ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. സ്പിരിച്വലി ഉള്ള ഒരു സൈഡിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്, മുനി നാരായണ പ്രസാദ് എന്നുള്ളത്. അടുത്തത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി. നമ്മൾക്കറിയാം തിരുവിതാംകൂർ നമ്മള് കേരള ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ചരിത്രമൊക്കെ പഠിക്കുമല്ലോ. അതിലെ ഇപ്പോഴത്തെ അവകാശികളിൽ ഒരു വ്യക്തിയാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് ബാലകൃഷ്ണൻ സദനം പുതിയ വീട്ടിൽ എന്നുള്ളത്. ബാലകൃഷ്ണൻ സദനം പുതിയ വീട്ടിൽ കഥകളി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഇദ്ദേഹം, ഓർത്തിരുന്നോണം. ബാലകൃഷ്ണൻ സദനം പുതിയ വീട്ടിൽ കഥകളി ആർട്ടിസ്റ്റ് ആണ്. ഈ പേരുകൾ ഇത്രയും ഓർത്തിരിക്കുക. 6 പേരുകളാണ് പത്മശ്രീ ലഭിച്ച മലയാളികളായിട്ട് നമ്മൾ എടുത്തു പറഞ്ഞത്. സത്യനാരായണ ബലേരി, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, നാരായണൻ EP, മുനിനാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ആൻഡ് ബാലകൃഷ്ണ സദനം പുതിയ വീട്ടിൽ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ പത്മശ്രീ റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. പത്മ പുരസ്കാരത്തിന്റെ മാതൃകയിൽ കേരളത്തിൽ നൽകുന്നതാണ് കേരള പുരസ്കാരം എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്തും 3 കാറ്റഗറിയാണ് വരുന്നത്. ആദ്യത്തേത് കേരള ജ്യോതി, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് കേരള ജ്യോതിയാണ്. പിന്നെ വരുന്നത് കേരള പ്രഭയും, അടുത്ത വരുന്നത് കേരള ശ്രീയും. ഓക്കെ, കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്ന രീതിയിലാണ് വരുന്നത്. 2022 തൊട്ട് ഇങ്ങോട്ടേക്കാണ് കേരള അവാർഡ്സ് നൽകാനായിട്ട് തുടങ്ങുന്നത്. 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. ആർക്കാണ്? MT വാസുദേവൻ നായർ. നമുക്കറിയാം, എഴുത്തുകാരനാണ്, നോവലിസ്റ്റ് ആണ്, സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിലും എല്ലാം ഉള്ള വ്യക്തിയാണല്ലേ MT വാസുദേവൻ നായർ. ജ്ഞാനപീഠം അവാർഡ് ജേതാവാണ് MT വാസുദേവൻ നായർ. ഈ കാര്യങ്ങളെല്ലാം അറിയാം, ഓർത്തിരിക്കുക. കേരള ജ്യോതി പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? MT വാസുദേവൻ നായർ. അടുത്തത് കേരള പ്രഭ പുരസ്കാരം. 2022 കേരള പ്രഭ പുരസ്കാരം 3 വ്യക്തികൾക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഓംചേരി NN പിള്ളൈ, T മാധവ മേനോൻ ആൻഡ് PI മുഹമ്മദ് കുട്ടി അഥവാ നമ്മുടെ സ്വന്തം മമ്മൂട്ടി. ഓക്കെ, കേരള പ്രഭ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഓംചേരി NN പിള്ളൈ, T മാധവ മേനോൻ ആൻഡ് PI മുഹമ്മദ് കുട്ടി. 3 പേർക്കാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി കേരള ശ്രീ അവാർഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ S ബിജു സിനിമാ സംവിധായകരാണ്. 2013 സുരാജ് വെഞ്ഞാറമൂടിന് നാഷണൽ ഫിലിം അവാർഡ്സിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിക്കുന്നത് പേരറിയാത്തവർ എന്ന സിനിമയ്ക്കാണ് അല്ലെ. ആ പേരറിയാത്തവർ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ ബിജു എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തെ ഓർത്തിരിക്കാം. പിന്നെ വന്നത് ഗോപിനാഥ് മുതുകാടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സമൂഹം 2023 എന്ന് പറഞ്ഞത് ഗോപിനാഥ് മുതുകാട്, മജീഷ്യൻ. പിന്നെ വന്നത് കാനായി കുഞ്ഞിരാമൻ, ശില്പിയാണല്ലേ കാനായി കുഞ്ഞിരാമൻ. നമുക്ക് കോവളത്ത് പോയാൽ നമ്മൾ കാണുന്ന മത്സ്യകന്യക കാനായി കുഞ്ഞിരാമന്റെ ആണ് അല്ലെ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അടുത്തത് കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി, നമ്മുടെ വീഗാർഡിന്റെ എല്ലാം സ്വന്തം ആളായിട്ടുള്ള കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി. അദ്ദേഹം ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് കൂടിയാണ്. അടുത്തത് MP പരമേശ്വരൻ. പിന്നെ വന്നിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മി അല്ലെ. ഇത്രയും പേരാണ് കേരള ശ്രീ പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നത്. ഇത്രയും ആളുകളുടെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കാം. അപ്പോ 2023 ഈ അവാർഡ് ലഭിച്ച വ്യക്തികളെ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കേരള ജ്യോതി പുരസ്കാരം 2ാമതായി ലഭിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? T പത്മനാഭൻ. ആരാണ്? T പത്മനാഭൻ എന്നുള്ളത്. കേരള പ്രഭ പുരസ്കാരങ്ങൾ ജസ്റ്റിസ് M ഫാത്തിമ ബീവി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പത്മ അവാർഡ്സ് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞ പത്മഭൂഷൺ ലഭിച്ചു എന്ന് പറഞ്ഞ അതേ ഫാത്തിമ ബീവി തന്നെയാണ് M ഫാത്തിമ ബീവി. കേരള പ്രഭ പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തി. നിങ്ങൾ ഇപ്പൊ സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്നതാണ്. സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് TV റൈറ്റർ എന്നൊരു രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത്. സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയുള്ള നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്. ഓർത്തിരിക്കാം. ഇനി കേരള ശ്രീ പുരസ്കാരങ്ങൾ ഈ പ്രാവശ്യം 5 പേർക്കാണ് നൽകിയിരിക്കുന്നത്. ആ വ്യക്തികളെ ഒന്ന് ഓർത്തിരുന്നോണം. പുനലൂർ സോമരാജൻ. നമ്മളിപ്പം കൊല്ലം ജില്ലയിൽ പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വരുന്നതാണ് ഗാന്ധി ഭവൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗാന്ധി ഭവൻ നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ പേര് നേടിയിട്ടുള്ളതാണ്. ഇത്രയും അധികം ആളുകളെ കൊണ്ടുവന്നൊരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് തന്നെ അവരവിടെ ജീവിക്കുകയാണ്. ഗാന്ധി ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത്. പുനലൂർ സോമരാജൻ. അടുത്ത
സോറി, ഇടയ്ക്കൊന്ന് നെറ്റ് ഇഷ്യൂസ് ഒന്ന് വന്നതാണ്. വിൽ മാരേജ്. ഓക്കെ, സോ നമ്മൾ കേരള ശ്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. KM ചന്ദ്രശേഖർ, അദ്ദേഹം ഒരു സിവിൽ സർവന്റ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞത് രമേശ് നാരായൺ എന്നുള്ളതാണ്. രമേശ് നാരായൺ എന്ന പേര് നമുക്ക് വളരെ എന്താ പറയാ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. സംഗീത സംവിധാന രംഗത്തൊക്കെ ഏറ്റവും പ്രശസ്തനായിട്ടൊരു വ്യക്തിയാണ് രമേശ് നാരായൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ ഇപ്പം എടുത്തു പറയത്തക്ക ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദാമിന്റെ മകൻ അബു പറയാം. അതേപോലെ തന്നെ വീരപുത്രൻ എന്ന് പറയുന്ന സിനിമയുടെ സംഗീതം അദ്ദേഹമാണ്. ഇങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിലൊക്കെ വന്നിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് രമേശ് നാരായൺ. അദ്ദേഹം ഒരു വോക്കലിസ്റ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ട്രോഫി അവാർഡ്സ് ആണ്. നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്ന, അതായത് പഞ്ചായത്തിനൊക്കെ നൽകുന്ന പ്രധാനപ്പെട്ട അവാർഡാണ് SPI എന്ന് പറയുന്നത്. അതിന്റെ 2021-22 2021-22 സ്വരാജ് ട്രോഫി ലഭിച്ചിരിക്കുന്നത് മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ്. ഓക്കെ, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ് മികച്ച പഞ്ചായത്തായിട്ട് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തായിട്ട് കൊല്ലമാണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ബ്ലോക്ക് പഞ്ചായത്തായിട്ട് പെരുമ്പടപ്പ്. മികച്ച നഗരസഭ തിരൂരങ്ങാടിയാണ്. മലപ്പുറം തിരൂരങ്ങാടിയാണ് മികച്ച നഗരസഭ എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിൽ, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക. ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, മികച്ച പഞ്ചായത്ത് അത് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. മുളന്തുരുത്തി എറണാകുളം ജില്ലയിലാണ്. ഇനി തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിനുള്ള മഹാത്മാ പുരസ്കാരം പെരുങ്കടവിളയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം കള്ളിക്കാടിനും, മികച്ച കോർപ്പറേഷനുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കൊല്ലം കോർപ്പറേഷനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. മഹാത്മാ പുരസ്കാരങ്ങൾ, മറ്റേത് സ്വരാജ് ട്രോഫിയാണ് പറഞ്ഞത്. ഇത് മഹാത്മാ പുരസ്കാരങ്ങളിലാണ് നമ്മൾ എടുത്തു പറയുന്നത്. മറ്റേ ലാസ്റ്റ് വൺ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, അത് മികച്ച കോർപ്പറേഷൻ ആണ് നൽകുന്നത്. അതും കൊല്ലം കോർപ്പറേഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കഴിഞ്ഞ നാളുകളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ സിനിമ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു പറയാനുള്ളത് ഏതാണ്? നമ്മുടെ RRR എന്ന് പറയുന്നത് തന്നെയാണ്. ക്രിട്ടിക്കൽ ചോയ്സ് അവാർഡ് 2023 ലഭിച്ചിട്ടുണ്ടായിരുന്നു. RRRന് ബെസ്റ്റ് സോങ്, ബെസ്റ്റ് ഫോറിൻ മൂവി, ഈ 2 കാറ്റഗറിയിലും RRR ആയിരുന്നു ക്രിട്ടിക്കൽ ചോയ്സ് അവാർഡ്. ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷൻ 2023 അവാർഡ് ബെസ്റ്റ് ഫിലിം ആയിട്ടാണ് തിരഞ്ഞെടുത്തത്. അതിനോടൊപ്പം തന്നെ ബെസ്റ്റ് സോങ്ങും ബെസ്റ്റ് സ്റ്റണ്ടും, ഇത് രണ്ടും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സോങ്, ബെസ്റ്റ് സ്റ്റണ്ട്, ഇത് 3ഉം ഏതിനാണ് വന്നിട്ടുണ്ടായിരുന്നത്? RRRനാണ്. അതൊന്ന് ഓർത്തിരിക്കാം. അടുത്തതായിട്ട് P. ഭാസ്കരൻ പുരസ്കാരം അല്ലെ, നമുക്കറിയാം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വ്യക്തി. എന്താ പറയുക, നമ്മുടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് P. ഭാസ്കരൻ എന്ന് പറയുന്നത്. സിനിമാ മേഖലയിലും പ്രശസ്തനായ വ്യക്തിയാണ് ഭാസ്കരൻ മാഷം നമ്മൾ പറയൂ അല്ലെ. അപ്പോ P. ഭാസ്കരൻ പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത് ജോൺ പോളിനാണ്. അടുത്തതായിട്ട് ഗോൾഡൻ ക്യാമൽ അവാർഡ് ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മികച്ച സിനിമയ്ക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഗോൾഡൻ ക്യാമൽ അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചിരിക്കുന്നത് മലയാളം സിനിമയ്ക്കാണ്. അവനോവിലോന എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അവനോവിലോന ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അവനോവിലോന എന്ന് പറയുന്നത്. ഓക്കെ, ഗോൾഡൻ ക്യാമൽ അവാർഡ് ഇൻ ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വാസ് വെൻ ബൈ എ മലയാളം മൂവി നെയ്മഡ് അവനോവിലോന. ഓർത്തു വെച്ചോളുക. അടുത്തതായിട്ട് മലയാളം സിനിമ സെലക്ടഡ് ഇൻ ഇന്ത്യൻ ഫിലിം കാറ്റഗറി. പൂനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് ഇന്ത്യൻ ഫിലിം കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളം സിനിമ എന്ന് പറയുന്നത് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നുള്ളതാണ്. ജയരാജിന്റെ സിനിമയാണ് കേട്ടോ. ജയരാജിന്റെയാണ് കളിയാട്ടം എന്ന് പറയുന്ന സിനിമ. സുരേഷ് ഗോപിക്ക് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ വാങ്ങിക്കൊടുത്തതാണ് ജയരാജിന്റെ കളിയാട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരുന്നോളുക. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സിനിമയാണ് പൂനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ ഇന്ത്യൻ ഫിലിം കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്.
അടുത്തത് കനേഡിയൻ ഗ്ലോബൽ ടൂറിസം ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ മൂവി എന്ന് പറയുന്നത് അതൊരു മലയാളം മൂവി തന്നെയാണ്, കുമാരി. ഓക്കെ, കുമാരിയാണത് കനേഡിയൻ ഗ്ലോബൽ ടൂറിസം ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മൂവി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ മൂവി തിരഞ്ഞെടുക്കപ്പെടുന്നത്, ആൻഡ് ദാറ്റ് ടു ഫ്രം മലയാളം. ഏതാണത്? കുമാരി എന്നുള്ളതാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെട്ട ബെസ്റ്റ് മൂവി എന്ന് പറയുന്നത് സൗദി വെള്ളയ്ക്കയാണ് കേട്ടോ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബെസ്റ്റ് മൂവി സൗദി വെള്ളയ്ക്കയാണ്. അടുത്തത് പിന്നെ വാർത്തകളിൽ ഉണ്ടായിരുന്നതാണ് ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇപ്പൊ ആലിയ ഭട്ടാണ് ആ ഒരു പൊസിഷനിലേക്കൊക്കെ വരുന്ന, മീൻസ് അങ്ങനെ ഒരു ഇത് ലഭിക്കുന്ന ഒരു ഗുച്ചിയുടെ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്ന ആദ്യത്തെ ഒരു ഇന്ത്യൻ ആണ് ആലിയ ഭട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് PSC, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ അംബാസിഡർ ആരാണെന്നുള്ള രീതിയിൽ. സോ ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അടുത്ത JC ഡാനിയൽ അവാർഡ്, നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡുകളിൽ ഒന്നാണ് JC ഡാനിയൽ അവാർഡ് എന്ന് പറയുന്നത്. 2022 ഇത് ലഭിച്ചിരിക്കുന്നത് TV ചന്ദ്രനാണ്. പൊന്തൻമാട എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി TV ചന്ദ്രൻ. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ AI സിനിമ, അതും കേരളത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് AI സിനിമ എന്ന് പറയുന്നത് മോണിക്ക ഒരു AI സ്റ്റോറി എന്നുള്ളതാണ്. ഓക്കെ, മോണിക്ക ഒരു AI സ്റ്റോറി എന്നുള്ളതാണ്. EM അഷറഫ് ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്, EM അഷറഫ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മികച്ച സിനിമ എന്ന് പറയുന്നത് ഏതാണ്? ആട്ടമാണ്. മികച്ച സിനിമ ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയത് ആട്ടമാണ്, ആനന്ദ് ഏക്കർഷിയുടെ. അല്ല, വളരെ നല്ലൊരു സിനിമയാണ്, സമയം കിട്ടുമെങ്കിൽ എല്ലാവരും ഒന്ന് കാണാം, ആട്ടം, ആനന്ദ് ഏക്കർഷി. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൾസോ ദ ഇനാഗുറൽ മൂവി ഇൻ ഇന്ത്യൻ പനോരമ കാറ്റഗറി ഓഫ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവ. പനാജിയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഗോവ എന്ന് പറയുന്നത്. അതിന്റെ ഇന്ത്യൻ പനോരമ കാറ്റഗറിയിൽ ഇനാഗുറൽ മൂവി ആയിട്ട് പ്ലേ ചെയ്തതും ഏതായിരുന്നു? ആട്ടം എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓംകാര എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. ഉണ്ണി KR സംവിധാനം ചെയ്ത സിനിമയാണിത്. മർക്കൊടി ഭാഷയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ മർക്കൊടി എന്ന് പറയുന്നത് കാസർഗോഡുള്ള മാവിലാൻ ട്രൈബൽ ഗ്രൂപ്പ്സ് സംസാരിക്കുന്ന ഭാഷയാണ്. ആ ഒരു ഭാഷയിൽ എടുക്കുന്ന ആദ്യത്തെ ഒരു സിനിമയാണിത്. ഓംകാര എന്നുള്ളതാണ് പേര്. ഉണ്ണി KR ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ, ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം ടു ബി അവാർഡഡ് ഇൻ ദ ഗോൾഡൻ ഗ്ലോബ്. ഗോൾഡൻ ഗ്ലോബില് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യൻ സിനിമ RRR ആണ്. അത് ബെസ്റ്റ് ഒറിജിനൽ സോങ് കാറ്റഗറിയിലാണ് RRR ഈ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് ഓസ്കാർ ആണ്. ഓസ്കാറിന്റെ ഫൈനൽസിലേക്ക് 3 ഇന്ത്യൻ വർക്കുകളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓൾ ദാറ്റ് ബ്രീത്തസ് എന്ന് പറയുന്നത് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമിലും ദ എലിഫന്റ് വിസ്പറേഴ്സ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിലും RRR ഒറിജിനൽ സോങ് കാറ്റഗറി ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓസ്കാർ 2023 എന്നുള്ളതൊന്ന് നോക്കാം. നമുക്കറിയാം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഡോക്യുമെന്ററി ഓസ്കാർ നേടുന്നത്. ഏതാണത്? ദ എലിഫന്റ് വിസ്പറേഴ്സ് ഉള്ളത്. കാർത്തികി ഗോൺസാൽവസും ഗുനീത് മോങ്കയും ആണ് ഈ സിനിമയുടെ വ്യക്തികൾ എന്ന് പറയുന്നത്. കാർത്തികി ഗോൺസാൽവസ് ആൻഡ് ഗുനീത് മോങ്ക, അവരുടെ ചിത്രമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് എന്താണ്, ആദ്യമായിട്ടല്ല, ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിന് 2ാമത്തെ തവണയായിട്ടോ ലഭിക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്, പക്ഷെ ഒരു ഇന്ത്യൻ സോങ്ങിന് ലഭിക്കുന്നത് 2ാമത്തെ തവണയാണ്. നമുക്ക് നോക്കാം. അപ്പൊ നാട്ടു എന്ന് പറയുന്ന നമ്മളുടെ RRRലെ പാട്ടാണ് ബെസ്റ്റ് ഒറിജിനൽ സോങ് കാറ്റഗറിയിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽസിലേക്ക് ചെന്നവരാണ് 3 പേര്. ഓൾ ദാറ്റ് ബ്രീത്തേഴ്സ് എന്ന് പറയുന്നത് ഫൈനൽസിൽ എത്തിയെങ്കിലും അവാർഡ്സ് ഒന്നും നേടാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. RRRന്റെ സംവിധായകൻ ആരാണ്? രാജമൗലി. അതേപോലെ തന്നെ ഈ പാട്ട് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് MM കീരവാണി. നമ്മൾ പത്മ അവാർഡ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇത് പാടിയിരിക്കുന്നത് രാഹുൽ സിപ്ലിഗുഞ്ചും കാലഭൈരവി, ഇവര് 2 പേരുമാണ്. വരികൾ എഴുതിയിരിക്കുന്നത് ചന്ദ്രബോസ് ആണ്. ഇത്രയും കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഓസ്കാറിന്റെ ഈ വേദിയില്
നമ്മുടെ RRR അതിനകത്തെ നാട്ടുനാട്ടു എന്ന് പറയുന്ന സോങ്ങിന് ആദ്യമായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പോകുന്നതിന്റെ ഇൻട്രോ കൊടുത്തത് ഒരു ഇന്ത്യൻ വനിത തന്നെയാണ്. ആരാണത്? ദീപിക പടുക്കോൺ ആയിരുന്നു. ഓസ്കാറിന്റെ വീതിയിലേക്ക് പ്രസന്റേഷന് വേണ്ടിയിട്ട് എത്തുന്ന മൂന്നാമത്തെ ദീപിക പടുക്കോൺ എന്ന് പറയുന്നത്. ഇതിനു മുന്നേ വന്നിട്ടുള്ളത് ആരൊക്കെയാണ്? പെർസിസ് കമ്പട്ട ആൻഡ് പ്രിയങ്ക ചോപ്ര. ഓക്കെ, പെർസിസ് കമ്പട്ടയും പ്രിയങ്ക ചോപ്രയുമാണ് ഇതിനു മുന്നേ എത്തിയിട്ടുള്ളത്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി അക്കാഡമി അവാർഡുകൾ അഥവാ ഓസ്കാർ അവാർഡുകൾ 2023 നോക്കിയാൽ എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് ബെസ്റ്റ് പിക്ചർ ആയിട്ട് വന്നു. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് മിഷേൽ ലിയോ വന്നു. ബെസ്റ്റ് ആക്ടർ ആയിട്ട് ബ്രെൻഡൻ ഫ്രേസർ വന്നു. ബെസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസിന്റെ സംവിധായകരാണ് ഡാനിയൽ ക്വാൻ ആൻഡ് ഡാനിയൽ ഷ്നീഡ്. ബെസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ ഫിലിമിലേക്ക് വന്നിരിക്കുന്നത് പിനോക്കിയോ ആണ്. ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമില് നവൽനി ആണ് വന്നിരിക്കുന്നത്, നവൽനി. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമായിട്ട് വന്നിരിക്കുന്നത് ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് ആണ്. ഇത് ചിലപ്പോഴൊന്ന് ചോദിക്കാറില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ 10th ലെവൽ എക്സാംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാറുണ്ട്. അത്രയും കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടേക്ക് വരുന്നില്ല, പെട്ടെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി 53ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകളാണ് നമ്മൾ പറയുന്നത്. ബെസ്റ്റ് ഫിലിം ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? നൻപകൽ നേരത്തു മയക്കം. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച നൻപകൽ നേരത്തു മയക്കം. സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ആയിട്ട് വന്നിരിക്കുന്നത് ജിജോ ആന്റണിയുടെ അടിത്തട്ടാണ്. സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ജിജോ ആന്റണിയുടെ അടിത്തട്ടാണ്. അടുത്തത് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് അറിയിപ്പിന്റെ സംവിധായകൻ മഹേഷ് നാരായണനും. ബെസ്റ്റ് നടനായിട്ട് ആരാണ്? മമ്മൂട്ടിയാണ് വന്നിരിക്കുന്നത്, നൻപകൽ നേരത്തു മയക്കം. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് രേഖ സിനിമയിൽ അഭിനയത്തിന് വിൻസി അലോഷ്യസിനാണ് ലഭിച്ചിരിക്കുന്നത്, വിൻസി അലോഷ്യസ്. ബെസ്റ്റ് സിംഗർ ആയിട്ട് ആരാണ്? കപിൽ കപിലനും മൃദുല വാര്യറുമാണ്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ ആണ്, എം ജയചന്ദ്രൻ. ഓക്കെ, നമ്മൾ നേരത്തെ സ്വാതി തിരുനാൾ പുരസ്കാരം പറഞ്ഞപ്പോ പറഞ്ഞു ആരായിരുന്നത്? പി ജയചന്ദ്രൻ, പാട്ടുകാരൻ പി ജയചന്ദ്രൻ. ഇത് മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ. അത് രണ്ടുപേരും ഒന്ന് ഓർത്തിരുന്നോണേ. ഇനി നാഷണൽ അവാർഡ്സിലേക്ക് നോക്കുമ്പോൾ 69ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ബെസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് റോക്കറ്റ്രി. ഓക്കെ, സ്റ്റോറി ഓഫ് നമ്പി നാരായണൻ ആണ്. റോക്കറ്റ്രി ദ നമ്പി എഫക്ട് എന്നുള്ളതാണ് സിനിമയുടെ പേര്. നമ്പി നാരായണന്റെ ISROയില് മുൻപ് പ്രവർത്തിച്ചിരുന്ന നമ്പി നാരായൺ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാല്ലേ. അത് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു റോക്കറ്റ്രി എന്ന് പറയുന്നത്. R മാധവനായിരുന്നു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് വന്നിരിക്കുന്നത് ഗോദാവരി സിനിമയുടെ സംവിധായകൻ നിഖിൽ മഹാജൻ ആണ്, നിഖിൽ മഹാജൻ. ബെസ്റ്റ് ആക്ടർ പുഷ്പ സിനിമയ്ക്ക് അല്ലു അർജുൻ. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് രണ്ടുപേരായിരുന്നു, ഗംഗൂബായ് കത്തിയാവാടിക്ക് ആലിയ ഭട്ടനും മിമിക്ക് കൃതി സനൂണുമാണ് വന്നത്. ബെസ്റ്റ് മലയാളം ഫിലിമായിട്ട് തെരഞ്ഞെടുത്തു, ഓരോ ഭാഷയിലും നൽകും. അതിൽ ബെസ്റ്റ് മലയാളം ഫിലിമായിട്ട് വന്നത് ഹോം ആയിരുന്നു, ഇന്ദ്രൻസ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഹോം എന്ന സിനിമ. ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ കാറ്റഗറിയിൽ ഒരു മലയാള സിനിമയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതാണത്? നായാട്ട്. നായാട്ട് നമ്മുടെ കുഞ്ചാക്കോ ബോബനും നമ്മുടെ ജോജു ജോർജും അഭിനയിച്ച, നിമിഷ സജനൊക്കെ അഭിനയിച്ചതാണ് നായാട്ട് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഓഡിയോഗ്രഫിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റൊരു മലയാള സിനിമ ചവിട്ട് എന്നുള്ളതാണ്. ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിം ഓഫ് എ ഡയറക്ടർ എന്ന കാറ്റഗറിയിൽ നൽകുന്ന അവാർഡാണ് ഇന്ദിരാഗാന്ധി അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചത് സംവിധായകൻ വിഷ്ണു മോഹനാണ്. പിന്നെ അതേപോലെ ബെസ്റ്റ് ഫിലിം ഓൺ എൻവയോൺമെന്റ് കൺസർവേഷൻ ഓർ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയായിരുന്നു, ആവാസ വ്യൂഹം എന്നുള്ളതാണ്, ആവാസ വ്യൂഹം. ബെസ്റ്റ് എൻവയോൺമെന്റ് ഫിലിം നോൺ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ വന്നിരിക്കുന്നതും ഒരു മലയാള സിനിമ തന്നെയാണ്, മൂന്നാം വളവ് എന്നുള്ളതാണ്, മൂന്നാം വളവ്. ബെസ്റ്റ് അനിമേഷൻ ഫിലിം എഗെയിൻ ഫ്രം കേരള കണ്ടിട്ടുണ്ട് ആയിരുന്നു, കണ്ടിട്ടുണ്ട്. അവാർഡ്സ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി നാഷണൽ ഫിലിം അവാർഡ്സിന്റെ കാറ്റഗറിയിൽ നൽകുന്നതാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയും. അതാണ് ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചിരിക്കുന്നത് വഹീദ റഹ്മാൻ ആണ്. ആർക്കാണ്? വഹീദ റഹ്മാൻ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അല്ലാതുള്ള ഇൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്. ന്യൂയോർക്ക് ടൈംസ് 2023 കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ 52 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്.
ആ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് കേട്ടോ. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ പട്ടികയിൽ 2023 തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തില് കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വന്നിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതേപോലെ തന്നെ കേരളം റെസ്റ്റോറന്റുകൾക്ക് ക്ലീൻനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൈജീൻ റേറ്റിംഗ് ആപ്പ് എന്ന് പറയും. ഓക്കെ, ഹൈജീൻ റേറ്റിംഗ് ആപ്പ്. അപ്പൊ ആ ആപ്പില് റേറ്റിംഗ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് കാണാം, അവിടെ പോകാതിരിക്കാം. ആ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണിതെന്ന് പറയുന്നത്. ഹൈജീൻ റേറ്റിംഗ് ആപ്പ്, ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്ന ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. അടുത്തതായിട്ട് ഇത് മുൻപും PSC ചോദിച്ചതാണ്. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള ടു എൻഷുർ മിനിസ്ട്രൽ ലീവ് ടു സ്റ്റുഡൻസ്. ഓക്കെ, സ്റ്റുഡൻസിന് മിനിസ്ട്രൽ ലീവ് കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? കുസാറ്റ് ആണ്, ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി സ്റ്റേറ്റ്. ഭരണഘടന കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പഠിച്ച് അതിന്റെ ഒരു ലിറ്ററസി നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ജില്ല എന്ന് പറയുന്നത് കൊല്ലവും പഞ്ചായത്ത് എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ പഞ്ചായത്തുമാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ജില്ല കൊല്ലം, പഞ്ചായത്ത് കുളത്തൂപ്പുഴ. അതുകൂടി ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ബാക്കി ഇതിലേക്ക് കടന്നാലോ. കുടുംബശ്രീ ഡേ മെയ് 17 കുടുംബശ്രീ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. കുടുംബശ്രീ ഫൗണ്ടേഷൻ ഡേ കൂടിയാണത്, ഓർത്തിരുന്നോളുക. മെയ് 17 ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല, ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ ടു പ്രൊവൈഡ് ബേസിക് ഡോക്യുമെന്റ്സ് ടു ഓൾ ട്രൈബൽസ്. എല്ലാ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ബേസിക് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയാണ്. ഓർത്തിരുന്നോണം, വയനാടാണ്. ഓക്കെ, അടുത്തത് ലിക്വിഫൈഡ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG അല്ലെ, അതിന്റെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ്സ് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരവും ആലപ്പുഴയാണ്. തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിലും ആലപ്പുഴയിൽ ചേർത്തലയിലുമാണ് വരുന്നത്. തിരുവനന്തപുരം, കൊച്ചുവേളി ആൻഡ് ആലപ്പുഴ, ചേർത്തല എന്നുള്ളത്. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള എലവേറ്റഡ് ഹൈവേ വരുന്നത് എവിടെയാണ്? അരൂറാണ്. ഓക്കെ, അരൂറാണ് ഇന്ത്യസ് ലോങ്സ്റ്റ് എലവേറ്റഡ് ഹൈവേ വരുന്നത്. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഫസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ടു മേക്ക് ഓർഡർ അവൈലബിൾ ഇൻ ലോക്കൽ ലാംഗ്വേജ്. ഹൈക്കോർട്ടിലെ വിധികൾ അത് ലോക്കൽ ലാംഗ്വേജിൽ ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ലോക്കൽ ലാംഗ്വേജിൽ അവൈലബിൾ ആക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കേരള ഹൈക്കോർട്ടാണ്, കേരള ഹൈക്കോടതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് ബെസ്റ്റ് പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പാർലമെന്റേറിയൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസിനാണ്. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഡോക്ടർ ജോൺ ബ്രിട്ടാസിനാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഇന്റർനാഷണൽ വിമൻസ് ഡേയോടനുബന്ധിച്ച് KSRTC വനിതകൾക്ക് വേണ്ടി ഒരു പ്രീ ബുക്ക്ഡ് എക്സ്കർഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് പെൺകൂട്ട് എന്ന് പറയുന്നത്. എന്താണ്? പെൺകൂട്ട് എന്നുള്ളതാണ് പേര്. ഇനി അടുത്തത് നോറോ വൈറസ് അല്ലെ. നോറോ വൈറസ് കേരളത്തിൽ ഇടയ്ക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. ജനുവരി 23 കേരളത്തിൽ വന്നതായിരുന്നു. എറണാകുളത്താണ് ഇത് ആദ്യമായിട്ട് കൺഫേം ചെയ്തത്. ഓക്കെ, എവിടെയായിരുന്നു? എറണാകുളത്താണ് കൺഫേം ചെയ്തത്. നമുക്കറിയാം നോറോ വൈറസ്, അതിനെ വിന്റർ വൊമിറ്റിംഗ് ഡിസീസ് എന്ന് പറയും. നോർവാക് വൈറസ് അഥവാ വിന്റർ വൊമിറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നതാണ്. ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത് കർമ്മചാരി എന്നുള്ളതാണ്. എന്താണ് ഈ കർമ്മചാരി എന്ന് പറയുന്ന പദ്ധതി? സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ഒരു ജോലിയും കൂടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർമ്മചാരി എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, കർമ്മചാരി. അടുത്തതായിട്ട് ഒപ്പം എന്ന് പറയുന്ന ഒരു സ്കീമാണ്. സ്റ്റേറ്റ് ഫുഡ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് ഈ സ്കീം എന്ന് പറയുന്നത്. ആശുപത്രിയിലായിരിക്കുന്ന ഇൻപേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് ഫ്രീ റേഷൻ വീട്ടിലേക്ക് എത്തിക്കുക, ടു ബ്രിങ് ഫ്രീ റേഷൻ ടു ഇൻപേഷ്യൻസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഒപ്പം എന്ന് പറയുന്നത്.
ഓക്കെ, ഒപ്പം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് തൊഴിലരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. തൊഴിലരങ്ങത്തേക്ക് കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും കൂടെ ചേർന്നിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. വനിതകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുക എന്നുള്ളതാണ് ഈ തൊഴിലരങ്ങത്തേക്ക് എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രത്യേകത. ഓക്കെ, തൊഴിലരങ്ങത്തേക്ക്. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓവറോൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റിന് പുറത്തുള്ള കറണ്ട് അഫയേഴ്സും കൂടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും വെച്ചിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും പ്രിലിംസ് ഒക്കെ പാസ്സായി എത്രയും പെട്ടെന്ന് മെയിൻസിന് വേണ്ടി തയ്യാറാവാനായിട്ട് വരിക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.